അരുൺകുമാർ, എത്രത്തോളം ആധികാരികമാണ് നടത്തിയിരിക്കുന്ന സർവേ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ശ്രീ എൻ പി ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബശ്രീ നടത്തിയിരിക്കുന്നത് സർവേ അല്ലല്ലോ, അതൊരു എന്യൂമറേഷൻ ആണല്ലോ. അപ്പോൾ അത് ഒരു സർവേ എന്ന രൂപത്തിൽ ആധികാരികമല്ല എന്ന് ചീഫ് സെക്രട്ടറി തന്നെ പറയുകയാണ്. അനൗപചാരിക സർവേ എന്ന്. അനൗപചാരിക സർവേക്ക് ശേഷം എങ്ങനെയാണ് ഔപചാരികമായ ഒരു പരിപാടി നിങ്ങൾ നടത്തുക? ഔപചാരികമായി ഇതാണ് കണക്ക്, ഈ കണക്ക് ഇതാ ഞങ്ങൾ തീർത്തിരിക്കുന്നു, പരിഹരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ എവിടെ? ചിത്ര ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ചിത്ര അടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും അവിടെ നിൽക്കുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, ആദ്യം ബഹുമാനപ്പെട്ട സഹോദരി ചിത്ര പറഞ്ഞതിലേക്ക് വരാം. അവർ പറയുന്നത് വീടില്ല, സൗകര്യങ്ങളില്ല. നമുക്കറിയാം, ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന വനത്തിലാണ്. വനത്തിലെന്ന് പറഞ്ഞാൽ 15-20 കിലോമീറ്റർ അങ്ങ് ഉള്ളിലേക്ക് ഉൾവനത്തിലാണ്. ആ ഉൾവനത്തിൽ വീട് അനുവദിക്കാൻ ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ലല്ലോ. വനം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. പല സൗകര്യങ്ങൾ ഒരുക്കി പുറത്തു വന്ന് താമസിക്കണമെന്ന് പറഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ അതിന് തയ്യാറുമല്ല. ഇപ്പൊ പറയുന്നു പലർക്കും കാർഡില്ല, റേഷൻ കാർഡില്ല. എന്നിട്ട് പറയുന്നു 10-35 കിലോ അരി തന്നിട്ട് അത് 25 കിലോ കൈ കിട്ടുന്നുണ്ട്. ഈ കാർഡില്ലാതെ പിന്നെ എങ്ങനെ അരി കിട്ടുന്നത്? അതുകൊണ്ട് ചിത്ര സഹോദരിയോട് പറയുകയാണ്, ഏതെങ്കിലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കാർഡില്ലെങ്കിൽ ആ വിവരം കൃത്യമായി എഴുതി അങ്ങ് കൊടുക്കുക. ആ തൊട്ടടുത്തുള്ള ഓഫീസിലേക്ക് കൊടുക്കുക, സർക്കാർ ഓഫീസിലേക്ക് കൊടുക്കുക. അങ്ങ് ഒരു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നല്ലേ പറഞ്ഞേ? ഇതുവരെ ഈ പ്രക്രിയ ഒന്നും ചെയ്തിട്ടില്ലേ? അങ്ങനെ അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ പരിഹസിക്കുന്നതിനപ്പുറം ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് ശരിയാകും. അതല്ലേ കുറച്ചുകൂടെ നന്നാവുക? അതല്ല, ചിത്രയൊക്കെ പറഞ്ഞെന്താണ്? അവർ 2 മാസമായി നടത്തുന്ന സമരത്തെക്കുറിച്ചാണ്, കളക്ടറേറ്റിന് മുന്നിലെ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ചോദിക്കാഞ്ഞിട്ടാണോ, പറയാഞ്ഞിട്ടാണോ? അത് പറയും. ആ സമരം അവിടെ നിൽക്കട്ടെ. ആ സമരമുദ്രാവാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇവിടെ കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് റേഷൻ കാർഡില്ല, മറ്റ് കാർഡുകളില്ല എന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് ഇന്നയാൾക്ക് കാർഡില്ല എന്ന് പറഞ്ഞാൽ ആ വിത്തിൻ 24 അവേഴ്സിനുള്ളിൽ അത് പരിഹരിക്കാൻ ശേഷിയുള്ള ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കുന്നത്. ഒരു ഫ്ലോറിൽ വന്ന് ജനങ്ങളോടല്ലേ പറയുന്നത്? പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്കിടയിൽ ഒരു സംസാരം നടക്കട്ടെ, നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തത വരട്ടെ. കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്. അരുൺകുമാറിന് വ്യക്തത കൊടുക്കൂ ചിത്ര. അതായത് ആദിവാസികൾക്ക് അങ്ങ് ചിത്ര നേരത്തെ പറഞ്ഞ 35 കിലോ എന്നതിൽ 25 കിലോ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു റേഷൻ കാർഡ് ഉള്ളത് കൊണ്ടാണല്ലോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഈ കാർഡ് ഇല്ലാത്ത ആദിവാസികളുടെ എണ്ണം എത്ര? മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗുഹാവാസികൾ, കാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിൽ വീട് വേണം എന്ന് പറഞ്ഞതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനൊക്കെയുള്ള മറുപടി കാട്ടിനുള്ളിൽ വീട് പറയാൻ കഴിയില്ല. 2006 വന്ന വനാവകാശ നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷയാണ് ഞാൻ. 2006 വന്ന വനാവകാശ നിയമം എവിടെ നടപ്പിലാക്കിയേ? ഞാൻ പറയട്ടെ, ഞങ്ങൾ എപ്പോഴും പറയുന്നത് മത്സ്യത്തൊഴിലാളികളായ ആളുകളെ നിങ്ങൾ കടലിൽ നിങ്ങോട്ട് വാ, നിങ്ങൾ കാട്ടിൽ വാ എന്ന് പറഞ്ഞ് താമസിക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഞാനൊരു കാട്ടുനായ്ക്ക് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എന്നോട് പുറത്തേക്ക് വന്ന് താമസിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുമോ? കാരണം ഞങ്ങളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളെ ജീവിത രീതികളും ഞങ്ങളെ വനവിഭവങ്ങളുമാണ്. ഞങ്ങളെ തൊഴിൽ എന്ന് പറയുന്നത് എന്താ? ഗുഹാവാസികളായ ഞങ്ങളെ തൊഴിൽ എന്താണ്? കാട്ടിൽ നിന്ന് കിടക്കുന്ന വനവിഭവങ്ങൾ. നാട്ടിലേക്ക് ഇറങ്ങിയ അവസ്ഥ, മധുവിൻ്റെ അവസ്ഥ എന്താണ്? വിശ്വനാഥന്റെ അവസ്ഥ എന്താണ്? നാട്ടിലുള്ള ആളുകളെ ഞങ്ങൾ ഏത് രീതിയിലാണ് കാണണേ? പേടിയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങണേ. ഞങ്ങൾക്ക് ഇനി നാട്ടിൽ നിങ്ങൾ കൊട്ടാരം വെച്ച് തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇറങ്ങൂല. കാരണം ഞങ്ങളൊരു ജമ്മം എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. സർക്കാർ അതൊക്കെ ഒന്ന് പഠിക്കുക. നിങ്ങൾ വേറെ ആചാരങ്ങൾ പഠിക്കുന്ന നേരം ഞങ്ങളതും കൂടെ ഒന്ന് പഠിക്കും. ഞങ്ങളതായ ഒരു വിശ്വാസത്തിലുള്ളതാ. അപ്പോൾ ആദിവാസിയുടെ ഒരു ജമ്മം എന്ന് പറയുന്ന ജമ്മം ഇട്ടിട്ട് വരാൻ ഗുഹാവാസികളായ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രിമിറ്റീവ് ട്രൈബ് എന്ന് പറയുന്ന ആരാണ്? 5 വിഭാഗങ്ങളാണ്. കാടര്, കുറകര്, കുറുമ്പ, അല്ലേ, കാട്ടുനായ്ക്ക, ചോലനായ്ക്കാർ. അവർ വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് വനാവകാശ നിയമത്തിലെ വികസനാവകാശം പറയുന്നത്. 13 വികസനങ്ങളുണ്ട്. ആ വനാവകാശം കൊടുക്കുന്നത് തന്നെ കാട്ടിലുള്ള ആദിവാസികളെ നാട്ടിലിറക്കാനല്ല, ഈ കാട്ടിൽ തന്നെ അവർക്ക് വികസനാവകാശം കൊടുക്കാനാണ്. എന്തുകൊണ്ട് കൊടുക്കാത്തത്? എന്തുകൊണ്ട്? ഞാനൊക്കെ അതിനു വേണ്ടി എത്ര പേർ 10 വർഷമായിട്ട് നമ്മൾ നിരന്തരം മുഖ്യമന്ത്രിക്ക്, ഈ കാണുന്ന മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും കത്തയക്കുക. അപ്പൊ അത് കേന്ദ്രം ചെയ്യേണ്ടതാണല്ലോ എന്നാണ്. ഇത് എന്നിട്ട് ഞാൻ ഈ വാദിക്കുന്ന
ഞാൻ പറയണേ ഈ വാദിക്കണ ഞങ്ങളൊക്കെ വെറും തീവ്രവാദികളാന്ന് പറയണേ. എന്നിട്ട് നമ്മളെ ഈ പറയണ എങ്ങോട്ടും കയറ്റൂല, ഓഫീസിലും കയറ്റൂല. ഒരു സമരം ചെയ്ത ഒന്ന് പറഞ്ഞ സംസാരിച്ച് ഞങ്ങൾ മാവോയിസ്റ്റായി തീവ്രവാദി. അപ്പൊ സാറിനോടുള്ള ഒരു മറുപടി, ഞങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങുകയല്ല ചെയ്യേണ്ടത്, ഞങ്ങളെ കാട്ടിൽ ഞങ്ങളെ ഈ വികസന അവകാശം നടപ്പിലാക്കുക. ഇനി റേഷൻ കാർഡിന്റെ കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു 35 കിലോ ആണ് നമ്മൾ പറയണത് അല്ലേ, അതിൽ 25 കിലോ അരി, ബാക്കി ഗോതമ്പും മറ്റുള്ള കാര്യങ്ങളും. ഇത് ഈ കേരളത്തിലെ എല്ലാ ആദിവാസികൾക്കും കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മരിയനാട് 1000-ൽ പരം കുടുംബങ്ങളാണ് മരിയനാട് ഭൂസമരം നടക്കുന്നത്. അവർക്ക് കിട്ടുന്നില്ല. ഈ പറഞ്ഞ എൻ്റെ കൈവശമാണ്, നാട്ടുകാരെ പിരിവിലൂടെയാണ് അവർക്ക് കിറ്റ് കൊണ്ടുപോയത്. അവർക്കറിയാം അത് എതിർക്കുന്ന ആളുകളാണെങ്കിൽ. അതുപോലെ തന്നെ നിലമ്പൂർ ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങളെ ഗ്രൂപ്പിൽ പ്രൊമോട്ടർ പറഞ്ഞപ്പോൾ കിറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയാണ് ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല. എങ്ങനെ ഉണ്ടാവാനാ? നമ്മളെ പുതുതലമുറ വളർന്നു വരുമ്പോൾ വേറെ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് വീട് വയ്ക്കാൻ ഭൂമിയില്ല. ഈ വീടില്ലാതെ, വീട്ടു നമ്പർ ഇല്ലാതെ ആരാണ് ഈ മാനത്തുനിന്നാണോ റേഷൻ കാർഡ് എടുത്തു കൊടുക്കണേ? എന്തെല്ലാം രേഖകളാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? ഞങ്ങൾക്ക് രേഖകളില്ല. ഈ കാട്ടിലുള്ള താമസിക്കുന്ന ആളുകൾക്ക്, പഴയ ആളുകൾക്കൊന്നും ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കെങ്കിലും ഈ രേഖകളിൽ ഒരു ഇളവ് വരുത്തണം എന്ന് പറഞ്ഞാൽ അതില്ല. ഏറ്റവും കൂടുതൽ നിയമം അടിച്ചിറക്കണം എനിക്ക് തോന്നുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഇടയിലാണ്. അതുകൊണ്ട് റേഷൻ കാർഡ് ഇല്ല എന്ന് പറയണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, റേഷൻ കാർഡ് ഇല്ലാത്തവർ റേഷൻ കാർഡ് ഇല്ല ഉണ്ട് എന്ന് പറയണ്ട, റേഷൻ കാർഡ് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. പല സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ അരി വാങ്ങാത്തത് എന്താ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 23 കുടുംബങ്ങൾക്കും ഒരുമിച്ചാണോ കൊടുക്കേണ്ടത്? ഈ 23 കുടുംബങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കണേ. അപ്പോൾ അവർക്ക് 23 കുടുംബങ്ങൾക്കും വേറെ വേറെ കൊടുക്കണമെങ്കിൽ എന്താണ്? ഭൂമി വേണം, വീട് വേണം, അതിൻ്റെ രേഖകൾ വേണ്ടേ? അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ടോ കേളു മിനിസ്റ്റർ വീട്ടിലിരുന്നുകൊണ്ടോ രേഖ കിട്ടൂല. നമ്മൾ ഈ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ആദിവാസി ഐക്യവേദിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, 5 പൈസ വരുമാനമല്ലാത്ത, എനിക്ക് അധികാര പദവികളൊന്നുമില്ല. ആദിവാസികൾ തന്നൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് ഞാനാണോ ഇറങ്ങി റേഷൻ കാർഡ് ഉണ്ടാക്കണ്ടേ? ഞാനാണോ വനാവകാശ നിയമം നടപ്പിലാക്കണ്ടേ? ഞങ്ങൾക്ക് ഈ കണക്കുകളും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അറിയുള്ളൂ. ഇതിനല്ലേ നമുക്ക് MLA-മാരും മന്ത്രിമാരും ഉള്ളത്. ഞങ്ങൾക്ക് സംവരണ സീറ്റിൽ മന്ത്രിമാരും MLA-മാരും ഈ പറഞ്ഞ വാർഡ് മെമ്പർ വരുന്നത്. ഒറ്റ മിനിറ്റ്. ഇവിടെ ഏതെങ്കിലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉത്തരവാദിത്തപ്പെട്ട കാർഡ് ഇല്ല എങ്കിൽ ആ വിവരം തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങ് തന്നെ പറഞ്ഞു ആദ്യം കാർഡില്ലാന്ന്. പിന്നീട് ഞാൻ പറഞ്ഞു റേഷൻ മേടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഡൈവേർട്ട് ചെയ്യുന്നു. വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ലെന്ന് പറയുന്നു. ഈ വനാവകാശ നിയമം നടപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഒരു തുണ്ട് ഭൂമി പോലും വനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് റോഡില്ല. നിങ്ങൾ തന്നെ വനത്തിൻ്റെതായി നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്തുകൾ ഉപയോഗിക്കുമ്പോൾ, തേൻ വരെ എടുക്കുമ്പോൾ ഈ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നുവെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രശ്നത്തെ യോജിച്ചാണ് പരിഹരിക്കേണ്ടത്. പിന്നെ താങ്കൾ പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ 642 ആദിവാസി കുടുംബങ്ങൾക്ക് 40 സെന്റ് സ്ഥലം വീതം കേരളത്തിലെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ഇതേ പഞ്ചായത്തിൽ തന്നെ 52 ആദിവാസി കുടുംബങ്ങൾക്ക് ചുങ്കത്തറ പഞ്ചായത്ത് ലൈഫ് വീട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇറങ്ങി വരാൻ തയ്യാറായ ആളുകൾക്ക് വീട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർന്ന് സംരക്ഷിക്കുന്ന ഗവൺമെന്റാണിത്. ശരി അരുൺ, ഇപ്പോൾ ഈ പറയുന്ന ഒരു മേഖലയിലെ കണക്ക് ഇപ്പോൾ അരുൺ എടുത്തിരിക്കുന്നു. പക്ഷേ നോക്കൂ അരുൺ, ഈ കണക്കിൽ ആകെ 5% ആദിവാസികളാണ് അതിദരിദ്ര കണക്കിൽ പെടുന്നത്. 5%. അതെങ്ങനെ ശരിയാവുമെന്ന് അങ്ങ് ആലോചിച്ച് നോക്കൂ. ഒരു പ്രദേശത്തെ മാത്രമാണ് ഇപ്പോൾ ചിത്രയ്ക്ക് പറയാനാവുക. ചിത്ര ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടുത്തെ കണക്കാണ് ചിത്ര പറഞ്ഞത്. ഇനിയിപ്പോൾ ആദിവാസികളുടെ മാത്രം ആകണ്ടെന്നേ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നും ഞങ്ങൾക്കൊരു സ്റ്റോറി വന്നിട്ടുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ഷെഡിൽ പുറംപോക്കിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യം. അവർക്ക് റേഷൻ കാർഡില്ല, വാർദ്ധക്യ പെൻഷനില്ല, ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പോൾ അവർ മാഞ്ഞു പോയോ? ആ ചോദ്യം ഇവിടെ നിൽക്കുകയല്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.